ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 4 ആണ്. സോ യൂണിറ്റ് 4 മെയിനായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ റിയാലിറ്റി ആണ്. സോഷ്യൽ റിയാലിറ്റി എന്താണെന്ന് നോക്കാം. അത് ഷെയർഡ് ആയിട്ടുള്ള ഇൻ്റർസബ്ജക്റ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു സൊസൈറ്റിയിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സ്ഡ് ആയിരിക്കത്തില്ല. സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് കൾച്ചേഴ്സ്, ജനറേഷൻസ്, പല സബ് കൾച്ചേഴ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത് മൾട്ടിപ്പിൾ സിൻക്രണസ് റിയാലിറ്റീസിന് നയിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺസ്ട്രക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന സോഷ്യലൈസേഷൻ ത്രൂ ആണ്. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ചൈൽഡ് ഒരു ഹ്യൂമൻ ആകുമ്പോഴത്തേക്കും സൊസൈറ്റി ലൈക്ക് ഒരു സ്കൂളായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ട്യൂഷൻ സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇതൊക്കെ സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. ഇവരുടെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കും ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പേഴ്സണാലിറ്റിയൊക്കെ പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ റിയാലിറ്റി സോഷ്യലൈസേഷൻ ത്രൂ ആണ് കൺസ്ട്രക്റ്റ് ആയി വരുന്നത്. സോ ന്യൂ ജനറേഷൻസ് ആയിട്ടുള്ള ആൾക്കാർ നോംസും വാല്യൂസും ബിഹേവിയേഴ്സും ഒക്കെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കും. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് ഫ്രാജൈലാണ്, ലൈക്ക് വീക്കാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് വാർസും നിയമങ്ങളില്ലെങ്കിലും ഒക്കെ ഇത് സ്റ്റെബിലൈസ്ഡ് അല്ലാതെ ആവും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. പിന്നെ എവരിഡേ റിയാലിറ്റി നോക്കുമ്പം ബർഗറും ലക്മാനും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എവരിഡേ ലൈഫിൻ്റെ ഫിനോമിനോളജിക്കൽ അനാലിസിസ് ആണ്. അതിൽ കോമൺ സെൻസ് നോളേജ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഇൻ്റർസബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങും ക്രിയേറ്റ് ചെയ്യും. ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് റിയാലിറ്റി റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. അതുപോലെ വേറൊരു കാര്യമാണ് ലാംഗ്വേജ് ഭയങ്കര ക്രിട്ടിക്കൽ ടൂളാണ് റിയാലിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നോളേജും നോംസും അതുപോലെ തന്നെ സിമ്പിൾസും ഒക്കെ സൊസൈറ്റിയിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് വേണം. സോ ഈ ലാംഗ്വേജ് ഇവോൾവ് ചെയ്യുന്നത് പുതിയ വാക്കുകളിൽ കൂടെയും മീനിങ്സിൽ കൂടെയും ഒക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് റിയാലിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എവരിഡേ റിയാലിറ്റി, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, ലാംഗ്വേജ്, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ ത്രൂ ആണ്. ഓക്കെ, അടുത്തത് ലെജിറ്റിമേഷനാണ്. ലെജിറ്റിമേഷൻ എന്ന് പറയുന്നത് ലോസ് ആണ് മെയിനായിട്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കോട്ടെ, ഇവിടെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ വേണ്ട ഒരു സ്കൂളിൽ പ്രവർത്തിക്കണമെങ്കിൽ, എന്നാലല്ലേ അവിടെ ഒരു ഡിസിപ്ലിൻ വരും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലെജിറ്റിമേഷൻ ആവശ്യമാണ് ഒരു അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ സിംബോളിക് യൂണിവേഴ്സ് എന്നറിയപ്പെടുന്നത് ആക്ച്വലി ഷെയർഡ് മീനിങ്സിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. സോ ഇതിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബയസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പെർസെപ്ഷനും, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബയസ്ഡ് അല്ലാത്ത ഒരു ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ് എന്നുള്ള പെർസെപ്ഷനുമാണ്. അപ്പം ഈ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ഒരുമിച്ചുള്ള ഒരു സോഷ്യൽ കൊഹഷൻ, ഒരു ഈക്വാലിറ്റീനെയാണ് സിംബോളിക് യൂണിവേഴ്സ് എന്നറിയപ്പെടുത്തുന്നത്. അപ്പം സോഷ്യലൈസേഷൻ പലതരത്തിലുണ്ട്. പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ സോഷ്യൽ റോൾസും ഒക്കെ പഠിക്കുന്നതാണ്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസ് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ സോഷ്യൽ റിയാലിറ്റിയിലേക്ക് എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡീവിയേഷൻ സംഭവിക്കുന്നത് സോഷ്യലൈസേഷൻ ഫെയിൽ ആകുമ്പോഴാണ്. ലൈക്ക് ഈ ഡീവിയൻസ് സംഭവിക്കുന്നത് ഇപ്പം റൂൾസോ റെഗുലേഷൻസോ ഒക്കെ പാലിക്കാതെ വരുമ്പം അവിടെ ഒരു ഡിസിപ്ലിൻ കാണത്തില്ല, സോഷ്യൽ കൺട്രോൾ കാണത്തില്ല. സോ സോഷ്യൽ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഓർഡർ റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സിംബോളിക് യൂണിവേഴ്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ അതൊരു ഫ്രെയിം വർക്ക് തന്നെയാണ്. അതിൽ എല്ലാ എക്സ്പീരിയൻസസ് ലൈക്ക് മിത്തോളജി, തിയോളജി, ഫിലോസഫി, സയൻസ് ഇതൊക്കെ ലെജിറ്റിമൈസ് ചെയ്യും, റിയാലിറ്റി ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിംബോളിക് യൂണിവേഴ്സ് ആക്ച്വലി ചലഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യും, പക്ഷേ ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്യും. ലൈക്ക് ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഐഡിയോളജിയുടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി വരുവാണെങ്കിൽ സിംബോളിക് യൂണിവേഴ്സിന് ചലഞ്ചസ് വരും. പിന്നെ ഉള്ളൊരു കോൺസെപ്റ്റാണ് റിയാലിറ്റി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജസ്, റിച്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സോഷ്യൽ റിയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഡീവിയൻസോ അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസൊക്കെ ഇതിന് ചലഞ്ചിങ് ആയിട്ട് വരും. പക്ഷേ സൊസൈറ്റി കുറച്ച് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യും, അതായത് ഈ മീഡിയ, കൗൺസിലിംഗ് ഒക്കെ. സോ ഇൻഡിവിജ്വൽസിനെ ഈ ഒരു റിയാലിറ്റിയിലോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതാണ് പ്ലൂറലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ മോഡേൺ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിയാലിറ്റി ഉണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റ് കുറവായിരിക്കും, പക്ഷേ സോഷ്യൽ കൊഹേഷൻ, അതായത് ഒരു
എല്ലാവരും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവത്തില്ല. സോ ഡയലക്റ്റിക്കൽ പ്രോസസ്സ് ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ആ ഒരു കൊഹഷനായിരിക്കും റിയാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതും പിന്നെയും റീഷേപ്പ് ചെയ്യുന്നതും. സോ മെയിനായിട്ട് സോഷ്യൽ റിയാലിറ്റിയുടെ ഏജൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്.